ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ലെഗ്രാൻഡിൻ്റെ 3-ഫേസ് DB. അത് ഉറപ്പിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. പുതിയ മോഡൽ ടൈപ്പാണ് വന്നിരിക്കുന്നത്. പണ്ടത്തെ രീതിയിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ലെഗ്രാൻഡിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാനാണ്. അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് വരെ ഒരു പുഷ് ബട്ടണാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പുഷ് ബട്ടൺ ചെയ്യുന്ന സമയത്ത് പുഷ് ബട്ടൺ കണ്ടോ, പുഷ് ബട്ടൻ്റെ ആ സൈഡിൽ വരുന്ന ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. ആ ലോക്ക് സിസ്റ്റം നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് അതായത് പ്ലാസ്റ്റിക്കിന് മുന്നാണ് നമ്മൾ DB കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുന്നത്. അപ്പോൾ ആ ലോക്ക് കറക്റ്റായിട്ട് തേപ്പ് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ലെവലിൽ കിട്ടുന്ന രീതിയിൽ വേണം അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി അതല്ല, തേപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് വെക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അതിന് മുന്നാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, സൈഡിൽ വന്നിരിക്കുന്ന ഹിഞ്ചസാണ് വിജാരി ടൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിജാരി ഫുള്ള് തുറക്കുന്ന രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ അത് മാത്രമല്ല വന്നിരിക്കുന്നത്, ശരിക്കൊരു ബുഷ് സിസ്റ്റം കൂടി വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കണ്ടോ, ബ്ലാക്കിൻ്റെ ഒരു ബീഡിങ് കൂടി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് അമർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ചില DBകൾ നമ്മൾ തുറന്നു കഴിയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഈ ഡോറ് ഒന്ന് അടഞ്ഞതിന് ശേഷം ചെറുതായിട്ട് തുരുമ്പെടുക്കുന്ന രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. ഇത് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു ബുഷ് കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക് ബുഷ് നമ്മൾ ഓൾറെഡി ഔട്ടർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ബുഷ്, ആ ബുഷിൽ വന്നിട്ടാണ് ടൈറ്റ് ആവുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പുഷ് ബട്ടൺ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ ഹിഞ്ചസുമാണ് ഇതിൻ്റെ പ്രത്യേകത വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ആ ഫ്രണ്ടിലെ ബീഡിങ് നമ്മൾ തേപ്പ് കഴിയുന്ന സമയത്ത് അത്രയും ഗ്യാപ്പ് നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം. ഫിനിഷിങ്ങിന് ശേഷം നമുക്ക് അത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വിജാരി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ആ വിജാരി സിസ്റ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഏകദേശം ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററോളം, 1 സെൻറ്റിമീറ്ററോളം ആ വിജാരിയുടെ സൈഡ് വരുന്നുണ്ട്. ആ സൈഡ് നമുക്ക് തുറക്കുന്ന സമയത്ത് ഭിത്തിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ, ഞാൻ ഇപ്പുറത്തെ സൈഡ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ആ ലെവലിൽ വരുന്നുണ്ട്. ആ ലെവലിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഭിത്തിയിലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ DB സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ DB സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതല്ല, നമ്മൾ DB ഒരുപാട് അകത്തേക്ക്, അതായത് പ്ലാസ്റ്റിക്കിന് ഉള്ളിലേക്ക് ഒരുപാട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോറ് വയ്ക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അതുകൂടാതെ തന്നെ നമ്മുടെ പുഷ് ബട്ടൺ വർക്ക് ചെയ്യില്ല. അതായത് അതിൻ്റെ ലോക്ക് സിസ്റ്റം കണ്ടോ, ഇത് ഇങ്ങനെ വരുന്ന സമയത്ത്, തുറക്കുന്ന സമയത്ത് നമുക്കവിടെ പിടിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് DB ഒരുപാട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോക്ക് അത് തന്നെ നേരെ ഭിത്തിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ലോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ, എക്സ്ട്രാ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഡോറ് ഫുൾ ക്ലോസ് ചെയ്തിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം ഇതുപോലെ തന്നെ ഒരുപാട് DBകൾ പല കമ്പനികളും ഇപ്പോൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. L&Tയുടെ DB ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാവൽസിൻ്റെ DB. അതുപോലെ ഇപ്പോൾ ഈ രീതിയിലാണ് ലോക്കിംഗ് സിസ്റ്റമാണ്. കേട്ടോ, പുഷ് ബട്ടണാണ്. വളരെ സിമ്പിളാണ്. അതായത് ജസ്റ്റ് പുഷ് ചെയ്താൽ മാത്രമേ. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ സൈഡിൽ നിന്ന് പറയുന്നത്. പഴയ ടൈപ്പ് DBകൾ. ഇത് നമ്മളൊരു പുഷ് ബട്ടൺ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ DB സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന് ശേഷം നമുക്ക് ഫിനിഷിങ് ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ വേണം DB സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ലോക്ക് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാതെ വരും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.